എറണാകുളം മലയിടം തുരുത്തിലെ ഭൂമി ഒഴിപ്പിക്കൽ ശനിയാഴ്ചയ്ക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് കോടതിയുടെ ഉത്തരവ്. പെരുമ്പാവൂർ മുൻസിഫ് കോടതിയാണ് ഉത്തരവിറക്കിയത്. അതേസമയം പോലീസ് നടപടികളെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. കുഴിയൊഴിപ്പിക്കുന്നതിനെതിരായ പ്രതിഷേധത്തിൽ 50ഓളം പേർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. അവർ പറയുന്നത് നേരെ പോലീസ് അടിച്ചു, മർദ്ദിച്ചു, ചിലരെ ചവിട്ടി, ചിലരിപ്പോൾ ആശുപത്രിയിലാണ്. കുട്ടികളുടെ തന്നെ വല്ലാതെ ഭയപ്പെട്ട സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് കിടക്കാൻ പണം വേണം. എല്ലാവർക്കും ഉണ്ട്, ഒപ്പുണ്ട് കേട്ടോ. ഇന്നലെ ഞങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, ശ്വാസം പോലെ എടുക്കാൻ പറ്റണില്ല, മേലൊക്കെ വേദന എടുത്തിട്ട് പോലീസുകാർ പിടിച്ച് വലിച്ച്. ഇന്നലെ ഉച്ചയോടെ കിഴക്കമ്പലം പാരിയത്തുകാവിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ പോലീസ് നടപടികളുടെ ഞെട്ടലിൽ നിന്ന് ഈ ജനത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. സാരമായി പരുക്കേറ്റ ചന്ദ്രൻ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. അതിനിടയിലാണ് വീണ്ടും ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കുന്നത്. ശനിയാഴ്ചയ്ക്കകം ഒഴിപ്പിക്കൽ പൂർത്തിയാക്കണമെന്നാണ് മുൻസിഫ് കോടതിയുടെ ഉത്തരവ്. ഇന്നലെ ആരംഭിച്ച നടപടിക്രമങ്ങൾ വിശദീകരിച്ച് അഭിഭാഷക കമ്മീഷൻ അഡ്വക്കേറ്റ് ജയപാൽ കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അപ്രതീക്ഷിതമായി ഉണ്ടായ സർക്കാർ ഇടപെടൽ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. തുടർന്നാണ് കോടതി ഉത്തരവ്. വിഷയത്തെ UDF സർക്കാരിനെതിരെ ആയുധമാക്കുകയാണ് CPIM. ഗവൺമെന്റ് മാറി എന്നതിന്റെ പേരിൽ മാത്രം ബലം പ്രയോഗിച്ചുകൊണ്ട് ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നേരെ കുടിയിറക്കാം എന്നാണ് കരുതിയെങ്കിൽ ഈ ജനകീയമായിട്ടുള്ള മുന്നേറ്റം അത്തരത്തിലുള്ള ഒരു നടപടിയും അനുവദിക്കില്ല എന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണ്. ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് കാണിച്ച് തടിയിട്ടപ്പറമ്പ് പോലീസ് പ്രതിഷേധം സംഘടിപ്പിച്ച കണ്ടാലറിയാവുന്ന 50 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ നടന്ന പോലീസ് നടപടികളെക്കുറിച്ച് കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.